വൈദ്യപരിശോധനയ്ക്ക് ശേഷം പി വി അൻവർ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഒതായിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പി വി അൻവറിനെ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് അൻവറിനെ ഇനി കൊണ്ടുപോകുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വലിയ പോലീസിന്റെ അകമ്പടിയോടുകൂടി, പോലീസ് സംവിധാനത്തിന്റെ അകമ്പടിയോടുകൂടി അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പി വി അൻവർ MLA 1 മണിക്കൂർ മുൻപാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിന് മുൻപ് തന്നെ പോലീസ് വൈകിട്ടോടുകൂടി ഏകദേശം 8 മണിയോടുകൂടി തന്നെ 2 വണ്ടി പോലീസ് ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒതായിലെ വസതിയിലെത്തി വീട് വളഞ്ഞു. പിന്നീട് ആശയവിനിമയം നടത്തി അറസ്റ്റിന് വഴങ്ങണമെന്ന് പറഞ്ഞു. കസ്റ്റഡി എടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പിന്നീട് പ്രതികരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. വലിയ തോതിൽ തന്നെ പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് അറസ്റ്റിന് വഴങ്ങുന്നു എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ പി വി അൻവർ വാഹനത്തിലേക്ക് കയറി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പി വി അൻവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇനി ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇംതിയാസ്. ഇനി എങ്ങോട്ട് പി വി അൻവറുമായി പോലീസ് ഇനി എങ്ങോട്ട്? മധു, ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി പി അൻവറിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പോലെ തന്നെ നേരെ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തി അവിടെ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇവിടെ നിലമ്പൂരിന്റെ ഈ പരിസരത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വസതിയുള്ളത്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയോടുകൂടി തന്നെ എല്ലാവിധ നടപടികളും പൂർത്തിയാക്കുക എന്നുള്ളതിൽ തന്നെയാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഈ ഒരുപക്ഷെ ഈ നാളെ രാവിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞാൽ പി വി അൻവർ എത്തുമായിരുന്നില്ല എന്ന ചോദ്യത്തിലേക്ക് പ്രസക്തിയുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം രാത്രി തന്നെ വൈകിട്ടോടുകൂടി കേസെടുക്കുന്നു. അതായത് അൻവറിനൊപ്പം മറ്റു നാല് പേരെ കൂടി ഇതിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അതിൽ പ്രധാനമായിട്ടും ഈ പ്രതിഷേധത്തിൽ ഈ 10 പേരിൽ പ്രധാനമായിട്ടും ഇതിന്റെ അകത്തേക്ക് കയറി ഈ മേശകളും അവിടുത്തെ സംവിധാനങ്ങളൊക്കെ അടിച്ചു തകർത്ത 4 പേരെയാണ് പി വി അൻവറിനൊപ്പം തന്നെ നേരത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1-ാം പ്രതിയായിട്ടുള്ള പി വി അൻവറിന്റെ അറസ്റ്റിലേക്ക് രാത്രിയോടുകൂടി തന്നെ വളരെ നാടകീയമായ രീതിയിൽ പോലീസ് കടക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടികൾ വീട്ടിൽ നിന്ന് പൂർത്തീകരിച്ചപ്പോൾ ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധു, ഇംതിയാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇംതിയാസ്, അങ്ങനെ പ്രവർത്തകരാരെങ്കിലും അവിടേക്ക് എത്തുന്നുണ്ടോ? നേരത്തെ നമ്മൾ വീട്ടിൽ കണ്ടുവല്ലോ, വലിയ പ്രതിരോധവും പ്രതിഷേധവുമാണ് കണ്ടത്. MLA ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ പ്രവർത്തകരാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? വാഹനത്തിൽ ഇനി ഡിവൈഎസ്പി ഓഫീസിലേക്ക് കണ്ടുപോകുന്നത്, അവിടെ എന്തെങ്കിലും മറ്റ് പ്രതിഷേധമോ മറ്റോ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇംതിയാസ്? തീർച്ചയായിട്ടും നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ വസതിക്ക് മുൻപിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ പ്രവർത്തകർ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുൻപിലും തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കാൻ പോലീസ് ശ്രമിക്കുന്ന സമയത്ത് പോലും ഈ വാതിലിന് മുൻപിൽ പോലും പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ വസതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ പി വി അൻവർ സിന്ദാബാദ് എന്നും പിണറായിക്കെതിരെയൊക്കെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒരു സമാന സാഹചര്യത്തിൽ തന്നെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പരിസരവുമുള്ളത്. ഇത് ഉടനെ തന്നെ ഈ പ്രതിഷേധത്തെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം ഈ ഇദ്ദേഹത്തെ ജീപ്പിൽ കയറ്റി പോലീസിന് മജിസ്ട്രേറ്റിന്റെ മുൻപിലേക്ക്, മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പി വി അൻവർ ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് തന്നെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകും, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പി വി അൻവർ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം നേരത്തെ അത് പങ്കുവെക്കുകയും ചെയ്തു. അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീട്ടിലേക്ക് വൈകിട്ടോടുകൂടി പോലീസ് സംഘം എത്തുന്നു, ഡിവൈഎസ്പി എത്തുന്നു. അതും ഒരു വലിയ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്, എല്ലാ പ്രതിഷേധവും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വലിയ പോലീസ് സംഘത്തെ തന്നെയാണ് ഈ പി വി അൻവറിന്റെ വസതിക്ക് മുൻപിൽ ഇവർ വിന്യസിച്ചിരുന്നത്. വസതിക്ക് മുൻപിൽ നിരവധി പോലീസുകാർ, തൊട്ടിപ്പുറത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള സംഘർഷമുണ്ടായാൽ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലാം പോലീസും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അൻവറും അത് പ്രതീക്ഷിച്ചതാണ്. എതിരെയാണ് മുദ്രാവാക്യം മുഴങ്ങുന്നത്. പി വി അൻവറിനെ അനുകൂലിച്ച് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച, മുഖ്യമന്ത്രി ആഗ്രഹിച്ച, പി ശശിയും മുഖ്യമന്ത്രിയും തയ്യാറാക്കിയ അറസ്റ്റ് നാടകം, ഭരണകൂട ഭീകരത തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ അറസ്റ്റിന് വിധേയരാകുന്നത്.
അദ്ദേഹം പറഞ്ഞത് എത്ര കൊലക്കൊമ്പന്മാരാണ് ഇവിടെ ജാമ്യത്തിൽ കഴിയുന്നത്, അവരെ ആരെയും തൊടുന്നില്ലല്ലോ, ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, എന്നോട് മാത്രം എന്തുകൊണ്ട് തിരിച്ചു വന്നാൽ കാണിച്ചു തരാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് അറസ്റ്റിന് വിധേയനാകുന്നത്. മാധു, തീർച്ചയായിട്ടും അതുതന്നെയാണ് ഈ PV അൻവർ പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. ഒരു അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുമ്പോൾ പല വിഷയങ്ങളിൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഒരു നാടകീയമായ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാറുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പിണറായി വിജയനും അതുപോലെ തന്നെ P ശശിയും അടക്കമുള്ളവരൊരു ഗൂഢാലോചനയുണ്ട് എന്ന് വരെ അദ്ദേഹം നേരത്തെ തന്നെ ആരോപിക്കുകയും ചെയ്തിരുന്നു.